കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ 18 ചെയ്തത് അല്ലേ? ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ 18 ചെയ്തത്. അപ്പോൾ നമുക്ക് ഇന്ന് 19 പോവാം. അതായത് വിഷ്ണു ഭഗവാന്റെ ശംഖം ചക്ര ആണ് എന്താ പറയുക, ഭരതനും ശത്രുഘ്നനായത് പറഞ്ഞുല്ലോ അല്ലേ. പിന്നെ അനന്തൻ 4 ആൾ അങ്ങനെയാണ് ഉണ്ടായത്. പരമാത്മാവ് തന്നെ ശ്രീരാമൻ, മഹാവിഷ്ണു, പിന്നെ അനന്തൻ പാമ്പ് ലക്ഷ്മണൻ, ശംഖും ചക്രവും ഭരതനും ശത്രുഘ്നും, അങ്ങനെയാണ് ചതുർവ്യൂഹമായിട്ട് ജനിച്ചതെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അതായത് പറഞ്ഞു കൊടുക്കുകയാണ്, സാധാരണ ഒരു മനുഷ്യക്കുട്ടിയൊന്നും അല്ലാന്ന് എന്താണ് വസിഷ്ഠ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണല്ലോ. അപ്പോൾ ഇനി ഇത് കുറച്ച് 3-4 ശ്ലോകങ്ങളും കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ പറയാം ഇവിടെ എങ്ങനെയാണ് അധ്യാത്മരാമായണം വാൽമീകി രാമായണത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളതെന്ന് നമുക്ക് കാണാം. ഇത് കഴിഞ്ഞിട്ട് പറയാം അതട്ടോ. അപ്പോൾ 19 വിശ്വാമിത്രോപി രാമായ താം യോജയിതുമാഗത ഏതദ്ഗുഹ്യതമം രാജൻ ന വക്തവ്യം കദാചന. താം രാമായ യോജയിതും, അവളെ, അതായത് ശ്രീ തന്നെയാണ് പ്രകൃതി, മൂലപ്രകൃതി യോഗമായ തന്നെയാണ് സീത എന്നും പറഞ്ഞുവല്ലോ. ആ മൂലപ്രകൃതി തന്നെ അല്ലെങ്കിൽ യോഗമായ തന്നെ ആയ സീതയെ, മിഥിലയിൽ ജനിച്ച സീതയെ രാമനോട് യോജിപ്പിക്കുവാൻ, യോജിപ്പിക്കാൻ, രാമനെയും ചേർക്കാൻ വിശ്വാമിത്ര അപി ആഗത. അതിനാണ് വിശ്വാമിത്രനും ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ അങ്ങയുടെ മകനായി ജനിച്ച ശ്രീരാമനെ, ഭഗവാൻ തന്നെയായ ശ്രീരാമനെ യോഗമായിട്ട് മിഥിലയിൽ ജനകൻ്റെ പുത്രിയായി ജനിച്ച സീതയും കൂടി യോജിപ്പിക്കാനുള്ള ഒരാവശ്യത്തിനാണ് ഇപ്പോൾ വിശ്വാമിത്രൻ ഇവിടെ വന്നത്. രാജൻ, ഹേ രാജാവേ, ഏതത് ഗുഹ്യതമം, ഇത് വളരെ രഹസ്യമാണ്, അത്യന്തം രഹസ്യമാണ്, അത്യന്തം ഗോപ്യം, കഥാചന എന്ന വക്തവ്യം, ഒരു കാലത്ത് ആരോടും പറയരുത് എന്ന് സ്വകാര്യമായിട്ട് വസിഷ്ഠൻ പറയുകയാണ്. ആരോട്? ദശരഥനോട്. എന്നാൽ ഈ അയക്കാനുള്ള വിഷമം വേണ്ട, ഭഗവാൻ തന്നെയാണ്, ഒന്നും പറ്റില്ലല്ലോ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ആ രഹസ്യം പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ 19 അതാണ് പറയുന്നത്. സീതാദേവിയെ രാമനോട് ചേർക്കാനാണ് വിശ്വാമിത്ര മഹർഷി വന്നിരിക്കുന്നത്. ഈ ഒരു കാരണം പറഞ്ഞു വന്നേ ഉള്ളൂ, മാരീചനെയും സുബാഹുവിനെയും കൊല്ലാൻ. ഈ ഒരു രഹസ്യം ഉണ്ടല്ലോ, അത് അങ്ങ് ആരോടും പറയരുത്, വളരെ രഹസ്യമാണ് എന്ന് പറഞ്ഞു. ഗോപിയായിട്ട് തന്നെ വെക്കണം എന്ന് പറഞ്ഞു. 19 കഴിഞ്ഞ് 20 പോവാം. വിശ്വാമിത്രോപി രാമായ താം യോജയിതുമാഗത ഏതദ്ഗുഹ്യതമം രാജൻ ന വക്തവ്യം കദാചന. ഇനി 20. അത പ്രീതേന മനസാ പൂജയിത്വാഥ കൗശികം പ്രേഷയസ്വ രമാനാഥം രാഘവം സഹ ലക്ഷ്മണം. അതിനാൽ പ്രീതേന മനസ്സ, സന്തോഷമുള്ള മനസ്സോട് കൂടിയിട്ട് രമാനാഥം രാഘവം, ലക്ഷ്മീകാന്തനായ രാഘവനെ, അതായത് മഹാലക്ഷ്മിയുടെ കാന്തനാണല്ലോ മഹാവിഷ്ണു, ആ മഹാവിഷ്ണു തന്നെയാണല്ലോ ഇപ്പോൾ ശ്രീരാമനായിട്ട് അവതരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലക്ഷ്മീകാന്തനെ ലക്ഷ്മണോട് കൂടി കൗശികം പൂജയിത്വ, വിശ്വാമിത്രനെ ആദരിച്ചതിന് ശേഷം പ്രേഷയസ്വ, അയച്ചാലും. അതായത് അതുകൊണ്ട് അങ്ങ് ഒട്ടും വിഷമിക്കാതെ വിശ്വാമിത്രമുനി പറഞ്ഞതനുസരിച്ചിട്ട് ശ്രീരാമനെ ലക്ഷ്മണോട് കൂടി അയച്ചോളൂ. സീത ലക്ഷ്മി ദേവിയുടെ അവതാരമാണല്ലോ, അതുകൊണ്ടാണ് എന്തായാലും പറഞ്ഞത്. ലക്ഷ്മി ദേവിയുടെ നിന്നും യോഗമായ തന്നെയാണല്ലോ. ഓക്കെ, അങ്ങനെ അയച്ചോളൂ, ഒട്ടും വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അതാ പ്രീതേന മനസാ പൂജയിത്വാഥ കൗശികം പ്രേഷയസ്വ രമാനാഥം രാഘവം സഹ ലക്ഷ്മണ. ഇനി 21. വസിഷ്ഠേനൈവ മുക്തസ്തു രാജാ ദശരഥസ്തദാ കൃതകൃത്യമിവാത്മാനം മേനേ പ്രമുദിതാന്തരഃ. വസിഷ്ഠേന ഏവം ഉക്ത, വസിഷ്ഠനാൽ ഇപ്രകാരം
അറിയിക്കപ്പെട്ട അല്ലെങ്കിൽ പറയപ്പെട്ട ദശരഥ രാജാവായ ദശരഥനാവട്ടെ തഥാ പ്രമുദിതാന്തര. അപ്പം സന്തോഷമായി, മനസ്സിൽ വിഷമം പേടിയില്ലാണ്ടേ സന്തോഷമായി. മാത്രമല്ല സീതയെ കണ്ട് മുട്ടും ചെയ്യുമല്ലോ. ആത്മാവിനെ തന്നെ കൃതകൃത്യം ഇവ മേനെ കൃതാർത്ഥനായിട്ട് തന്നെ വിചാരിച്ചു. അതായത് സന്തോഷമായി, എൻ്റെ ജന്മം തന്നെ സഫലമായില്ലോ. എന്താ വെച്ചാൽ എൻ്റെ മകനായിട്ട് വിഷ്ണു ഭഗവാൻ വന്ന് ജനിച്ചിരിക്കണമല്ലോ, അതിപ്പോഴേ അറിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ജന്മം തന്നെ സഫലമായി, ഭഗവാനെ മകനായി കിട്ടി എന്നുള്ള സന്തോഷത്തോടു കൂടി വിചാരിച്ചു. മേനേന്ന് മേനെ മീൻസ് അതായത് പിന്നെ വിചാരിച്ചു. ഇനി 22 ആഹൂയ രാമരാമേതി ലക്ഷ്മണേതി ച സാദരം ആലിംഗ്യമൂർധ്ന വഘ്രായ കൗശികായ സമർപ്പയത്. എന്നിട്ട് രാമ രാമ ഹേ രാമ രാമ ലക്ഷ്മണ ഇതി ച ഹേ ലക്ഷ്മണ എന്ന സാദരം ആഹൂയ വിളിച്ചിട്ട് അല്ലെങ്കിൽ വിളിച്ചിട്ട് മൂർധനി അവഘ്രായ മൂർധാവില പറഞ്ഞിട്ട് രാമ രാമ ലക്ഷ്മണ ലക്ഷ്മണ സ്നേഹം കൊണ്ടേ അത്തിക്കെട്ടിന് സ്നേഹം. മൂർധനി അവഘ്രായാച്ച എന്താ, മൂർധാവിൽ ചുംബിച്ചിട്ട്, അതായത് നല്ല കൗതുകപൂർവ്വം ഉമ്മ വെച്ചിട്ട് ആലിംഗനം ചെയ്തിട്ട് കൗശികായ സമർപ്പയാത് കൗശികനായിക്കൊണ്ട് സമർപ്പിച്ചു. മീൻസ് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. ഹേ രാമ ലക്ഷ്മണ വരൂ വരൂ എന്ന് പറഞ്ഞ് വിളിച്ച് അവരെ കെട്ടിപ്പിടിച്ച് പിന്നെ തലയിലൊന്ന് പിന്നെ ഉമ്മ വെച്ച് ഒരു അനുഗ്രഹം നൽകുന്ന പോലെ ഉമ്മ വെച്ച് പിന്നെ വിശ്വാമിത്ര മുനിക്കായിട്ട് കൊടുത്തു എന്നാണ് ഇതിൽ അല്ലേ. അപ്പം നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് ഇങ്ങനെയല്ല, കുറച്ച് വ്യത്യാസത്തിലാണ് വാൽമീകി രാമായണത്തിൽ. അത് നമുക്ക് നോക്കാം. അതായത് ഇങ്ങനെ വന്ന് മകനെ അയക്കണമെന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ വിശ്വാമിത്രയുടെ വാൽമീകി രാമായണ പ്രകാരം കുറച്ച് വ്യത്യാസമാണ്. വിശ്വാമിത്ര മഹർഷിയുടെ വാക്ക് കേട്ടിട്ട് ദശരഥൻ ശരിക്കും സ്തബ്ധനായി. എന്താ വേണ്ട പറയാന്ന് വെച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടേ. അപ്പോൾ അതിന് വിപരീതം പറയാനും വയ്യ അല്ലേ, എന്നാ അയക്കാനും വയ്യ. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ എന്ത് പറയണമെന്ന് അറിയാണ്ട് വിഷമനായിട്ടിരിക്കുമ്പോൾ അവസാനം വിശ്വാമിത്രനോട് നേരിട്ട് പറയുകയാണ്. ഇതിൽ അധ്യാത്മരാമായണത്തിൽ പിന്നെ വസിഷ്ഠനെ രഹസ്യമായി വിളിച്ചു പറയുന്നല്ലേ, ഇതിലങ്ങനെയല്ല, നേരിട്ട് പറയുകയാണ്. അയ്യോ പിന്നെ അങ്ങക്ക് എന്താ അറിയാതെ ഉള്ളത്, അങ്ങയുടെ തപശക്തിയും വീര്യത്തിനൊക്കെ മാരീചനും സുബാഹുവിനെയൊക്കെ എത്ര സുഖമായിട്ട് അകറ്റാം. വിശ്വാമിത്ര മഹർഷിയുടെ യാഗത്തിന് അവർ വന്ന് പിന്നെ വിഘ്നം വരുത്തണു എന്ന് പറയുന്നതിന് അർത്ഥമില്ല. കാരണം അങ്ങയുടെ തപശക്തി കൊണ്ട് അവരൊക്കെ അകറ്റാൻ അങ്ങക്ക് പറ്റും. എന്നാൽ അത് അങ്ങ് ചെയ്യണില്ല എന്ന് വെച്ചോളൂ. എന്നാൽ ഞാൻ എത്രയോ കാലമായിട്ട് മോഹിച്ചിട്ടുണ്ടായ കുട്ടികളാണ് ഈ 4 കുട്ടികൾ. എനിക്ക് രാമനെ പിരിഞ്ഞിരിക്കാൻ പോലും ശക്തിയില്ല എനിക്ക്. മാത്രമല്ല രാമൻ ഇപ്പം അത്ര വലുതായിട്ടുമില്ല, പൂർണ്ണ യൗവനത്തിലെത്തിയിട്ടില്ലല്ലോ. ഇപ്പോഴൊരു കുട്ടി, ഒരു ബാലൻ തന്നെയാണ്. അതുകൊണ്ട് ഇതുവരെ ഒരാളോട് യുദ്ധം ചെയ്തിട്ടൊന്നുമില്ല. അപ്പം ഇത്ര ശക്തിയുള്ള ഈ അസുരൻ മാരീചനും സുബാഹുവും ഒക്കെ ആയിട്ട് അയക്കാന്ന്, അവരൊക്കെ ആയിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പറഞ്ഞയക്കാൻ വയ്യാന്ന് എനിക്ക് തോന്നുക. എന്നാൽ ഞങ്ങൾക്ക് വിരോധമില്ല ചോട്ടെ, ഞാൻ തന്നെ എൻ്റെ വലിയൊരു സൈന്യത്തിനും കൊണ്ടുവരാം. രാമനെയും ലക്ഷ്മണനെയും അയക്കണതിന് പകരം എനിക്ക് മനസ്സ് വരുന്നില്ല. അതിന് പകരം ഞാൻ തന്നെ എത്ര വലിയ സൈന്യമാണ് ദശരഥൻ്റെ സൈന്യമല്ലേ, എത്ര വലിയ വില്ലാളി വീരനാണേനും ഞാൻ തന്നെ എൻ്റെ സൈന്യത്തിനോട് കൂടി വന്ന് ആ മായാവികളായിട്ടുള്ള രാക്ഷസന്മാരെ ഞാൻ കൊന്നോളാം. അതെനിക്ക് രാമനെ അയക്കാൻ വയ്യ എന്നുള്ളത് വല്ലാതെ തോന്നുകയാണ് എന്ന് പറഞ്ഞു. അതങ്ങോട്ട് പറഞ്ഞില്ലേ, അതായത് ഇത് കുട്ടികളല്ലേ വിരച്ചിട്ടാണേ. അതുകൊണ്ട് ഇപ്പം എനിക്ക് അയക്കാൻ അങ്ങക്ക് തന്നെ അദ്ദേഹത്തിനെ തപശക്തി കൊണ്ട് മാറ്റാൻ പറ്റുന്നില്ല വെച്ചാൽ പിന്നെ ഇവർക്ക് പറ്റുമോ? അതുകൊണ്ട് ഞാൻ തന്നെ വന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോഴേക്കും വിശ്വാമിത്രൻ അങ്ങോട്ട് ക്രോധാഗ്നി എന്ന് പറയട്ടെ, ക്രോധാഗ്നി അങ്ങോട്ട് ആളിക്കത്തി. എന്ത് ചോദിച്ചാലും തരാമെന്ന് ആദ്യം പ്രതിജ്ഞ ചെയ്ത ആളാണ് ഇപ്പോൾ ഇങ്ങനെ പറയണത്. അപ്പോഴേക്കും അത്ര ക്രോധം
ദേഷ്യം അങ്ങോട്ട് വന്നു, കോപാന്ധനായിട്ട് തീപ്പൊരി ചെതറിൻ്റെ കണ്ണ് ആണ്. അങ്ങനെ അങ്ങോട്ട് നോക്കി പിന്നെ ദശരഥനെ നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പം എന്നോട് ചെയ്ത പ്രതിജ്ഞ അങ്ങ് ലംഘിച്ചു. അങ്ങ് ശരി, എന്നാൽ അങ്ങ് പുത്രന്മാരോട് കൂടി സുഖമായിരുന്നോളും, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നീട്ട് പോവാൻ തുടങ്ങി. അപ്പോഴാണ് വേഗം വസിഷ്ഠൻ വന്നിട്ട് വേഗം രാജാവിനോട് പറഞ്ഞു, ഈശ്വര, ഇങ്ങനെ വിശ്വാമിത്ര മഹർഷിയുടെ കോപം ഉണ്ടായാൽ അങ്ങയുടെ വംശത്തിന് വരാനുള്ള ആപത്ത് എന്തായിരിക്കും? അപ്പം തന്നെ വേഗം വസിഷ്ഠൻ ചെന്ന് വിശ്വാമിത്രനെ തിരിച്ച് അവിടെ തന്നെ ഇരുത്തി. എന്നിട്ട് ദശരഥനോട് പറഞ്ഞു, ദശരഥ മഹാരാജാവേ, എന്താ ഈ പറയണേ? ഈ വിശ്വാമിത്ര മഹർഷിയുടെ തപസ്സിൻ്റെ വൈഭവം അങ്ങക്ക് അറിയോ? രാമനെ രക്ഷിക്കാൻ ഇദ്ദേഹത്തിന് പുല്ലാണ്, അഥവാ മാരീചനും ബാഹുവേ, രാക്ഷസന്മാരെ ഓടിക്കാനും ഇദ്ദേഹത്തിന് പറ്റാഞ്ഞിട്ടൊന്നുമല്ല. അദ്ദേഹത്തിനൊരു ഒരു ആഗ്രഹമുണ്ട്. എന്താ അറിയോ? അങ്ങയുടെ മകനെ സീതാദേവിയായിട്ട്, മിഥിലയിൽ ജനിച്ച സീതാദേവിയായിട്ട് കൂട്ടിച്ചേർക്കണം. അപ്പോൾ അതിൻ്റെ അങ്ങനെ വേറൊരു, അല്ലാണ്ട് രാക്ഷസ നിഗ്രഹമൊക്കെ അദ്ദേഹത്തിന് എത്ര തുച്ഛമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് അങ്ങ് മനസ്സിലാക്കാതെ ഇത്ര വലിയൊരു മഹർഷിയോട് ഇങ്ങനെ പറഞ്ഞത് ഒരു ശരിയായില്ല എന്ന് പറഞ്ഞ് സഭയിൽ വെച്ചിട്ട് തന്നെയാണ് പിന്നെ വസിഷ്ഠൻ പറയണത്. എല്ലാവരും ഉള്ളിടത്ത് വെച്ചിട്ട് തന്നെ പറയണത്. എന്താ, രാമൻ അങ്ങ് വിചാരിക്കണ പോലെ ഒരു കേവലം മനുഷ്യ ബാലനല്ല. ഈ ദുഷ്ടന്മാരെ കൊന്ന ശിഷ്ടന്മാരെ രക്ഷിക്കാനും ധർമ്മത്തിനെ രക്ഷിക്കാൻ വേണ്ടി അവതരിച്ച സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് അങ്ങയുടെ മകൻ. ആ ഒരു ആപത്തും ആരിൽ നിന്നും രാമന് വരില്ല. കാരണം ഭഗവാൻ തന്നെയാണ്. മാത്രമല്ല, രാമനാണ് ഈ ഇവിടുത്തെ എല്ലാ ദുഷ്ടന്മാരെയും വധിക്കാൻ പോണ ആളും. മാത്രമല്ല, സീത അവിടെ പിന്നെ എന്താണ്, സീത എന്നുള്ള പേരായിട്ട് മിഥിലയിൽ ജനിച്ചിരിക്കുന്ന യോഗമായ അവരെ യോജിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് വിശ്വാമിത്ര മഹർഷി ഇങ്ങനൊരു ആവശ്യമായിട്ട് അങ്ങേ സമീപിച്ചത്. അല്ലാണ്ട് രാമനെ കൊണ്ട് അദ്ദേഹത്തിന് വലിയ പ്രയോജനമൊന്നുമില്ല, അത്ര വലിയ മഹർഷിയാണ്. അതുകൊണ്ട് രാമനെ അദ്ദേഹത്തിൻ്റെ കൂടെ അയക്കണോണ്ട് അങ്ങക്ക് അനശ്വരായിട്ടുള്ള യശസ്സും ശ്രേയസ്സും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതൊന്നും അറിയാതെ വെറുതെ ഇങ്ങനെ വിശ്വാമിത്ര മഹർഷിയോടെ വിഡ്ഢിത്തം പറയരുതേ എന്ന് പിന്നെ പശ്ചാത്തപിക്കേണ്ടിയിരുന്ന് പറഞ്ഞു. അപ്പം ദശരഥന് സമാധാനമായി എന്നാണ് ഏതിൽ, വാൽമീകി രാമായണത്തിൽ. അങ്ങനെയാണ് വിശ്വാമിത്രൻ ചുണ്ടിടുക്കുക തന്നെ ചെയ്യും. മറ്റേതിൽ അങ്ങനെയല്ലല്ലോ. അപ്പോൾ കുറച്ച് വ്യത്യാസം എന്താ പറയുക. പിന്നെയാണ് ആ സമയത്താണെങ്കിൽ അതും കൂടി പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് പോവാം. എന്താ അറിയോ? എന്നിട്ട് എന്ത് ചെയ്യിച്ചാൽ പിന്നെ ദശരഥൻ പിന്നെ വിശ്വാമിത്രനെ ഏൽപ്പിച്ചു എന്നുണ്ടല്ലേ. പക്ഷേ ആ പോകുന്നതിന് മുമ്പ് വിശ്വാമിത്രൻ തന്നെ പറയും വസിഷ്ഠനോട്, വിശ്വാമിത്രനോട് പൊക്കോളാൻ സമ്മതിക്കുക. അപ്പോൾ ദശരഥൻ്റെ വിഷമമൊക്കെ മാറി. എന്നിട്ട് പൊക്കോളാൻ പറയുമ്പോൾ വിശ്വാമിത്രൻ തന്നെ വസിഷ്ഠനോട് പറയും, എന്താ അറിയോ, ശ്രീരാമന് ജ്ഞാനം ഉപദേശിക്കാൻ പറയും. അതായത് എനിക്കിപ്പോൾ ധൃതിയില്ല, ഇന്ന് കൊണ്ടുപോണ്ടെന്നുള്ള നിലയ്ക്ക് പറയും. എന്ത് ചെയ്യറിയോ, ഈ പിന്നെന്താണ്, എല്ലാ ദിക്കിലും എന്താ പറയുക, തീർത്ഥയാത്ര കഴിഞ്ഞ് വന്നിട്ട് ഈ പിന്നെ എന്താണ് ശ്രീരാമന് ജ്ഞാനം ഉപദേശിക്കണം, എന്നിട്ട് ഞാൻ കൊണ്ടുപോകാമെന്നാണ് പറയുക. അപ്പോഴാണ് വസിഷ്ഠൻ 30,000 ശ്ലോകം ഉണ്ടെന്ന് പറഞ്ഞില്ലേ നമ്മൾ, യോഗവാസിഷ്ഠം ആർക്കുപദേശിക്കണത്? ശ്രീരാമന്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ യോഗവാസിഷ്ഠം എന്ന് പറഞ്ഞാൽ നല്ല അദ്വൈത വേദാന്താണ്. അത് ഉപദേശിച്ച് അത് മനസ്സിലാക്കിയിട്ട്, അതായത് ശ്രീരാമൻ തന്നെ അറിയുകയൊക്കെ ചെയ്യാലോ. ഏതായാലും അറിയില്ലെങ്കിലും ബാക്കി മനുഷ്യക്കുട്ടികളെ പോലെ അത് വസിഷ്ഠൻ്റെ ഉപദേശം കേട്ട ജ്ഞാനിയായി എന്നൊക്കെ നടിച്ചു എന്ന് പറയട്ടെ. എന്തായാലും നമുക്ക് വേണ്ടിയാണ് ആക്ച്വലി. പിന്നെ ഇനി വരാൻ പോകുന്ന തലമുറകൾക്കും ആൾക്കാർക്കും വേണ്ടി വസിഷ്ഠൻ ശ്രീരാമന് യോഗവാസിഷ്ഠം ഉപദേശിക്കും. അത് 30,000 ശ്ലോകം ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വിശ്വാമിത്രൻ്റെ കൂടെ പോണതെന്നാണ് ഏതിൽ, വാൽമീകി രാമായണത്തിൽ. അപ്പോൾ നമുക്ക് ആ ഒരു വ്യത്യാസം ഞാൻ പറയുകയാണ്. പിന്നെന്താണ്, ഉടനെ തന്നെ വസിഷ്ഠനോട് ചോദിക്കണതിൻ്റെ മുമ്പ് തന്നെ
പേടിയാണ്, വിഷമാണ് അയക്കാൻ എന്ന് പറഞ്ഞു. അപ്പോൾ വിശ്വാമിത്രൻ ചുണ്ടെടുത്തു. അപ്പോൾ വസിഷ്ഠൻ സഭയിൽ വെച്ചിട്ട് തന്നെയാണ് പറയണത് രാജാവിനോട്. എന്നിട്ട് അപ്പോൾ സമാധാനമായി അയക്കാൻ പുറപ്പെട്ടു. അപ്പോൾ വിശ്വാമിത്രൻ തന്നെ പറയുകയാണ് വസിഷ്ഠനോട് യോഗവാസിഷ്ഠം ഉപദേശിക്കണമെന്ന്. അങ്ങനെ ഉപദേശിച്ച് കഴിഞ്ഞിട്ട് പോകുന്നൊക്കെയാണ് കേട്ടോ, കുറച്ച് വ്യത്യാസം. ഓക്കെ, ഇപ്പം നമ്മൾ 21 ചെയ്തത്. അപ്പോൾ അതിൽ സന്തോഷമായി, മഹാവിഷ്ണുവിൻ്റെ മകനായി ജനിച്ചു പറഞ്ഞിട്ട് എൻ്റെ ജന്മം സഫലമായി എന്ന് വിചാരിച്ച് ദശരഥന് സന്തോഷമായി വിവരം അറിഞ്ഞപ്പോൾ, വസിഷ്ഠൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് 21. ഇനി 22. 22 കഴിഞ്ഞു. അപ്പോൾ രാമ ലക്ഷ്മണ വിളിച്ചു. എന്നിട്ട് അവർ ആലിംഗനം ചെയ്ത് വിശ്വാമിത്രനെ സമർപ്പിച്ചു എന്നും കൂടിയും പറഞ്ഞു നമ്മളെ, അല്ലേ? ഇനി 23 വേണ്ടത്. അത് 3 വരിയുണ്ട് കേട്ടോ. തതോധിഹൃഷ്ടോ ഭഗവാൻ വിശ്വാമിത്ര പ്രതാപവാൻ ആശിർഭിരഭിനന്ദ്യാഥ ആഗതൗ രാമലക്ഷ്മണൗ ഗൃഹീത്വാ ചാപതൂണീരബാണ ഖൽഗധരൗ യയൗ. അപ്പോഴോ തഥാ അതിഹൃഷ്ട പ്രതാപവാൻ ഭഗവാൻ വിശ്വാമിത്ര. അപ്പോൾ നല്ല സന്തോഷമായിട്ട്, അതിഹൃഷ്ട മീൻസ് വളരെ സന്തോഷത്തോടു കൂടി സന്തോഷിച്ച മഹാത്മാവ് പ്രതാപവാൻ ആയിട്ടുള്ള ഭഗവാനുമായിട്ടുള്ള വിശ്വാമിത്രൻ മീൻസ് വളരെ കേമനാണ് ഭഗവാനെ പോലെ. ആ വിശ്വാമിത്രൻ അല്ലെങ്കിൽ 6 ഭഗങ്ങളും ഉള്ളവരെയാണ് ഭഗവാൻ എന്ന് പറയുക. അപ്പോൾ ഭഗവാന്റെ അത്ര തന്നെ ഓൾമോസ്റ്റ് കേമത്തുള്ളവരൊക്കെ ഭഗവാൻ എന്ന് പറയൂല. ഭഗവാൻ വേദവ്യാസൻ ഒക്കെ പറയും. പിന്നെ അത് പിന്നെ ഭഗവാന്റെ അവതാരമാണ്. ഇനി ആശീർഭിഹി അഭിനന്ദ്യ, ആശീർവാദങ്ങൾ കൊണ്ട് അഭിനന്ദിച്ചിട്ട് അതിനുശേഷം ചാപതൂണീര ബാണ ഖൽഗധരൗ, വില്ലും ആവനാഴിയും പിന്നെ അമ്പുകളും വാളുകളും, ഖൽഗം ചാപം ചാൽ വില്ല്, തൂണീരം ചാൽ ആവനാഴി, ബാണം ചാൽ അമ്പുകൾ, ഖൽഗം ചാൽ പിന്നെ വാള, അതൊക്കെ ധരിച്ച് അവർ കുട്ടികളെ ആഗതൗ സമീപത്തെ അടുത്തേക്ക് വന്ന രാമലക്ഷ്മണന്മാരെ ഗൃഹീത്വ യയൗ ഗ്രഹിച്ചിട്ട് കൈ പിടിച്ച് യാനം ചെയ്തു. യയൗ മീൻസ് പോയിന്ന്. അപ്പോൾ പിന്നെ ജ്ഞാനഗുണ പരിപൂർണനായിട്ടുള്ള വിശ്വാമിത്ര മഹർഷിക്ക് സന്തോഷമായി. എന്നിട്ട് ആയുധങ്ങളൊക്കെ ധരിച്ച്, അതായത് അമ്പും വില്ലും ആവനാഴിയും വാളും ഒക്കെ കയ്യിൽ പിടിച്ച് അവർ വിശ്വാമിത്രൻ്റെ സമീപത്ത് വന്ന് നിന്നു. ലക്ഷ്മണനും രാമൻ ലക്ഷ്മണനും. അപ്പോൾ അവരുടെ കൈ പിടിച്ച് വിശ്വാമിത്രൻ നടന്നു പോയി. തതോധിഹൃഷ്ടോ ഭഗവാൻ വിശ്വാമിത്ര പ്രതാപവാൻ ആശിർഭിരഭിനന്ദ്യാഥ ആഗതൗ രാമലക്ഷ്മണൗ ഗൃഹീത്വാ ചാപതൂണീര ബാണഖൽഗധരൗ യയൗ. അവരെയും കൊണ്ടുപോയി. ഇനി 24 25. 25 അപ്പോൾ ഒരു വരിയേ ഉള്ളൂ. എന്താ വെച്ചാൽ മുമ്പത്തേലും ഒരു 3 വരി ഉണ്ടായില്ലോ, അതുകൊണ്ട്. അപ്പോൾ 24 25 ആദ്യം 3 വരി ചെല്ലാം. കിഞ്ചിത് ദേശമതിക്രമ്യ രാമമാഹൂയ ഭക്തിത ദദൗ ബലാം ചാതിബലം വിദ്യേ ദ്വേ ദേവനിർമ്മിതേ യയോർഗ്രഹണമാത്രേണ ക്ഷുൽക്ഷാമാതി ന ജായതേ. കിഞ്ചിത് ദേശം അതിക്രമ്യ, കുറച്ച് ദൂരം പോയി കഴിഞ്ഞിട്ട് ഭക്തിതഃ രാമം ആഹൂയ, ഭക്തിയോടുകൂടി രാമനെ വിളിച്ച്, കാരണം വിശ്വാമിത്രന് ഭഗവാൻ തന്നെയാണെന്ന് അറിയാം, അതാണ് ഭക്തിയോടുകൂടി വിളിച്ചത്. വിശ്വാമിത്രനൊക്കെ എന്താ ജ്ഞാന ചക്ഷുസ് ഉണ്ടല്ലോ, ദിവ്യശക്തി ഉണ്ടല്ലോ, ദിവ്യ ചക്ഷുസ് ഉണ്ടല്ലോ. അപ്പോൾ അറിയാം ഇത് മഹാവിഷ്ണുവിനെ അവതാരം എടുത്തിട്ട് ഒരു ഉദ്ദേശം, അവതാരത്തിന് ഒരു ഉദ്ദേശമുണ്ട്, അങ്ങനെ വന്നതാണെന്നൊക്കെ അറിയാം. അതുകൊണ്ടാണ് എന്താ ഭക്തിത രാമം ആഹൂയ പറഞ്ഞത്. ഭക്തിയോടുകൂടി രാമനെ പിന്നെ സംബോധന ചെയ്തിട്ട് ദേവനിർമ്മിതേ, ദേവന്മാരാൽ നിർമ്മിക്കപ്പെട്ട ബലാം അതിബലാം ച ദ്വേ വിദ്യേ, ദേവന്മാർ പിന്നെ ഉണ്ടാക്കിയ മന്ത്രങ്ങളാണ് ബലയും അതിബലയും 2 മന്ത്രങ്ങൾ. ബല എന്നും അതിബല എന്നും പറഞ്ഞാൽ ദേവന്മാർ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ദേവന്മാർ എഴുതിയതെന്ന് എന്താ വെച്ചാൽ പറയാം. നമ്മൾ മന്ത്രങ്ങൾ അല്ലെങ്കിൽ ദേവന്മാർ പിന്നെ എന്താ പറയുക ദർശിച്ചത് ആ മന്ത്രങ്ങൾ. ആ മന്ത്രങ്ങൾ അതിൻ്റെ പേരാണ് ബല അതിബല എന്ന 2 മന്ത്രങ്ങൾ അല്ലെങ്കിൽ വിദ്യ എന്നും പറയാം.
ആ രണ്ട് വിദ്യകളെ, രണ്ട് ബല അതിബല എന്നീ രണ്ട് വിദ്യകളെ അല്ലെങ്കിൽ മന്ത്രങ്ങളെ ദദൗ ദാനം ചെയ്തു. അതായത് പഠിപ്പിച്ചു ഇവർക്ക് ആ വിദ്യകളെ. ബല അതിബല എന്നുള്ള രണ്ട് വിദ്യകൾ വിശ്വാമിത്രൻ കുറച്ച് ദൂരം കൂടി ചെന്ന് കുറച്ച് പോയി കഴിഞ്ഞപ്പോൾ ഈ ബല അതിബല എന്നുള്ള രണ്ട് വിദ്യകളെ പഠിപ്പിച്ചു, രണ്ട് മന്ത്രങ്ങളെ കൊണ്ട്. യയോ യാതൊന്നുകളുടെ ഗ്രഹണമാത്രേണ അത് പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ ക്ഷുൽക്ഷാമാദി വിശപ്പും കാർശ്യം എന്നിവ ന ജായതേ ഉണ്ടാകയില്ല. അതായത് കുറച്ച് ദൂരം യാത്ര ചെയ്തപ്പോഴാണ് വിശ്വാമിത്രൻ വിചാരിച്ചു ഇവരെ ബല അതിബല എന്ന വിശപ്പും ദാഹവും ക്ഷീണവും ഒന്നും അറിയാൻ ഇല്ലാണ്ടാക്കണത്. വിശപ്പും ദാഹവും ക്ഷീണവും എല്ലാം ഇല്ലാണ്ടാക്കാൻ പറ്റണ രണ്ട് വിദ്യകൾ, മന്ത്രങ്ങൾ പഠിപ്പിച്ചു. അത് പഠിച്ച ഉടനെ എല്ലാവർക്കും അത് ആരാ പഠിച്ചാൽ ആ ആൾക്ക് വിശപ്പ് അറിയില്ല, ദാഹം അറിയില്ല, ക്ഷീണം അറിയില്ല. അപ്പോൾ പിന്നെ അതായത് എല്ലാ അവയവങ്ങൾക്കും നല്ല ബലം ഉണ്ടാവും. ബല എന്ന മന്ത്രം എന്താ പറയുക, ശരീരത്തിന് ബലം ഉണ്ടാക്കും. അതാണ് ബലം ദേഹി തനുഷു നഹ, അത് ബലം ഉണ്ടാക്കും. പിന്നെയോ ആ മന്ത്രം എല്ലാ അവയവങ്ങൾക്കും നല്ല ബലം കൊടുക്കും. അത് ചെല്ലിയാലേ അതിബലാച്ച എന്താ അറിയോ, എല്ലാ ഇഷ്ടത്തിനെയും സാധിപ്പിക്കണതാണ് അത്രേ. ആദ്യത്തെ മന്ത്രം ബല എന്നുള്ള മന്ത്രം കൊണ്ട് എന്താ മാറുക, ദാഹവും ക്ഷീണവും വിശപ്പും മാറും. എന്നിട്ട് നല്ല ബലം ഉണ്ടാവും. അതിബല എന്താ വെച്ചാൽ, അതിബല എന്നുള്ള മന്ത്രം ചെല്ലിയാൽ നമുക്ക് എന്താ ഇഷ്ടം വെച്ചാൽ അത് സാധിപ്പിക്കുകയും ചെയ്യും. ഇഷ്ടങ്ങൾ സാധിപ്പിക്കണ മന്ത്രമാണ് അതിബല. അപ്പോൾ അത് രണ്ടുമാണ് ലക്ഷ്മണനും രാമനും ഉപദേശിച്ചത്. പിന്നെ ലക്ഷ്മണനും പഠിച്ചു, രാമനാണ് ശരിക്കും ഇപ്പോൾ ഇത് വെച്ചാൽ രാമനെ ഉപദേശിക്കുക എന്നുള്ള നിലയ്ക്കാണ് ലക്ഷ്മണനും ഒപ്പമുണ്ടല്ലോ. അപ്പോൾ ലക്ഷ്മണനും പഠിപ്പിച്ചു കൊടുത്തു അത്. അപ്പം നമുക്കത് ഒരു ഇതാണ് കേട്ടോ. ബല എന്നുള്ള മന്ത്രം കൊണ്ട് അവർക്ക് അതങ്ങോട്ട് പഠിച്ച ഉടനെ പിന്നെ അവർക്ക് വിശപ്പും ക്ഷീണവും ദാഹവും അറിയില്ല. രണ്ടാമത്തെ എന്താ, അവനവന് ഇഷ്ടമുള്ളൊരു കാര്യം സാധിക്കുകയും ചെയ്യും അതിബലമുണ്ട്. അപ്പോൾ എത്ര സുഖമായി അല്ലേ. അങ്ങനെ ദിവ്യമന്ത്രങ്ങൾ പഠിപ്പിച്ചു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല ശ്രീരാമന്, കാരണം ഭഗവാൻ തന്നെയാണ്. എന്നാലും കിഞ്ചിത് ദേശമതിക്രമ്യ രാമമാഹൂയ ഭക്തിത ദദൗ ബലാം ചാതിബലാം ച അതിബലാം എന്നാണ് കേട്ടോ. ദദൗ ബലാം ച അതിബലാം വിദ്യേ ദ്വേ ദേവനിർമ്മിതേ. ദേവന്മാർ ഉണ്ടാക്കിയ മന്ത്രമാണത്, രണ്ടെണ്ണം. യയോർ ഗ്രഹണമാത്രേണ ക്ഷുൽക്ഷാമാദി ന ജായതേ. അപ്പോൾ ബലം കൊണ്ട് ക്ഷുക്ഷാമങ്ങൾ, അതായത് വിശപ്പും ക്ഷീണവും ദാഹമൊന്നും അറിയില്ല. മറ്റതുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങൾ സാധിക്കുകയും ചെയ്യും. ഇനി 26 അതും കൂടി എന്തായാലും ചെയ്യാം. തത ഉത്തീര്യ ഗംഗാം തേ താടകാവനമാഗമൻ വിശ്വാമിത്രസ്തദാ പ്രാഹ രാമം സത്യപരാക്രമം. എന്നിട്ട് തതഹ തേ ഗംഗാം ഉത്തീര്യ, അനന്തരം അവർ ഗംഗാനദിയെ കടന്നതിന് ശേഷം, ഉത്തീര്യ മീൻസ് തരണം ചെയ്തിട്ട്, അതായത് കടന്നതിന് ശേഷം താടകാവനം ആഗമൻ, താടക താമസിക്കണ വനത്തിലെത്തി. തഥാ വിശ്വാമിത്ര, അപ്പോൾ വിശ്വാമിത്രൻ സത്യപരാക്രമം രാമം പ്രാഹ, സത്യപരാക്രമനായിട്ടുള്ള രാമനോട് ഇപ്രകാരം പറഞ്ഞു എന്ന് പറഞ്ഞ് നമുക്ക് നിർത്താം. അതായത് ആ ബലയും അതിബലയും ഉപദേശിച്ചു, അവർ പഠിച്ചു. അപ്പോൾ അവർക്ക് ഇനി ദാഹം വിശപ്പൊന്നും അറിയില്ല, പിന്നെ ഇഷ്ടമുള്ളതൊക്കെ സാധിക്കും. അതൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഗംഗ ക്രോസ് ചെയ്തു. ഗംഗാനദി അക്കരയ്ക്ക് കടന്നു. അക്കരെ കടന്നതിന് ശേഷം അവർ ആ ഗംഗാനദിയുടെ അപ്പുറത്ത് അക്കരെ കടന്നാൽ പിന്നെ താടകാവനാണ്, താടക താമസിക്കണ വനാണ്. അവിടെ എത്തിയപ്പോൾ താടകാവനത്തിലെത്തിയപ്പോൾ വിശ്വാമിത്രൻ പിന്നെ ശ്രീരാമനെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു എന്ന് പറഞ്ഞ് നമുക്കിവിടെ ഇന്ന് നിർത്താട്ടോ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.